നമസ്കാരം കൃഷ്ണാനമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ താമരപ്പൂവിൽ നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടാണ്. ഉണ്ണികൃഷ്ണന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദിഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദിഭാവയാമി. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കേട്ടറിവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും രാമായണ കഥയും ഒക്കെ തുടങ്ങുന്നതിന് മുൻപായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അത് വേറൊന്നുമല്ല, ഇന്നലത്തെ വീഡിയോൻ്റെ തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഗുരുവായൂരിൽ വെള്ളപ്പൊക്കുമ്പോൾ എന്നായിരുന്നു അതിൻ്റെ തംബ്നെയിൽ. എന്തുകൊണ്ടാണ് തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കവർ പേജ് എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടതെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഞാനിങ്ങനെ എൻ്റെ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ള കാരണം എനിക്ക് ഷൂട്ടിൻ്റെ ഇടയിൽ ഈ മൊബൈൽ കൈപിടിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ മൊബൈൽ തംബ്നെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആ മൊബൈൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ഓർത്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തംബ്നെയിൽ ഉണ്ടാക്കുന്നതും എഡിറ്റ് ചെയ്യണതൊക്കെ ഏട്ടനാട്ടോ, മനുവേട്ടനാണ്. അപ്പോൾ ഞാൻ മനുവേട്ടൻ ചോദിച്ചു, ഇതിൻ്റെ ഹെഡിങ് എന്താണ് സവിത, ഇന്നത്തെ കണ്ടൻറ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് എന്ത് ഉത്തരമാണ് ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വെള്ളക്കെട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നമുക്കിന്ന് ഗുരുവായൂർ വെള്ളപ്പൊക്കം ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരു തംബ്നെയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, താൻ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് മാത്രം പറഞ്ഞാൽ മതി, വെറുതെ ഇല്ലാത്ത തംബ്നെയിലൊന്നും കൊടുക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, അതായത് ഗുരുവായൂർ വെള്ളപ്പൊക്കം ഇല്ല എന്നുള്ള രീതിയിൽ എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് കൊണ്ടേ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, 24 hours 25,000 ആണ് അതിൻ്റെ വ്യൂസ് വന്നിരിക്കുന്നത്. 25,000 അല്ല, അതിലും എബവ് ആണ് അതിൻ്റെ വ്യൂസ് വന്നിരിക്കുന്നത്. സാധാരണ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 6,000 പേരോ അല്ലെങ്കിൽ 7,000 പേരോ, മാക്സിമം പോയൊരു 10,000 പേരോ ആണ് എൻ്റെ വീഡിയോ കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ഞാനതിൽ വെൽ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എത്ര പേരാണോ കാണേണ്ടത് അത്രയും പേര് കണ്ടാൽ മതി. ഞാനതിൽ കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. പിന്നെ മാത്രമല്ല, ഇല്ലാത്ത ഒരു ഫേക്കായിട്ടുള്ള ഹെഡിങ് കൊടുത്തിട്ട് ആൾക്കാരെ ഇതിലേക്ക് പിടിച്ചിരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളേ അല്ല ഞാൻ. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് അത് നോക്കി എന്താണെന്നറിയാൻ വേണ്ടി ആകാംക്ഷാപൂർവ്വം വരാൻ, അതും ഞാൻ തയ്യാറല്ല. എനിക്ക് എൻ്റേതായ ചില പോളിസീസ് ഉണ്ട്. അത് എന്നിൽ വന്നു ചേർന്നത് മനുവേട്ടൻ പറഞ്ഞിട്ടാട്ടോ. ഞാനിതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഏട്ടനാണ് എന്നോട് പറഞ്ഞത്, നമ്മളെപ്പോഴും പ്യുവറായിരിക്കണം, നമ്മുടെ കണ്ടൻറ്റ് എന്താണോ താൻ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് എടുക്കാൻ പറ്റില്ല. 10 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യനും തംബ്നെയിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അത് ആയിരിക്കണം നമ്മുടെ തംബ്നെയിൽ എന്ന് ഉറപ്പിച്ച് പറയാറുണ്ട്. ഇന്നലെ ഞാനിങ്ങനെ പറഞ്ഞതാണ്, വെള്ളപ്പൊക്കമാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഏത് യൂട്യൂബ് ചാനൽ എടുത്താലും ഇപ്പോൾ ഗുരുവായൂർ വെള്ളം കയറിയോ എന്നാണ്. നമുക്കും കൊടുക്കാം അങ്ങനെ പറയണമെന്ന്. അങ്ങനെ കൊടുത്തപ്പോൾ ഏട്ടന് ഇഷ്ടമില്ലാണ്ട് കൊടുത്തതാണ് കേട്ടോ. ഇതിലിങ്ങനെ വ്യൂസ് കയറുന്നത് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു, എന്തിനാണോ താൻ അങ്ങനെ ചെയ്തേ, തനിക്കൊരു ക്രെഡിബിലിറ്റി ഇല്ലേ, തനിക്കൊരു സത്യസന്ധതയില്ലേ, അത് മാറ്റുന്ന രീതിയിൽ ഇങ്ങനെ കൊടുക്കരുതായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ, പക്ഷെ അങ്ങനെയല്ല. താൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് കാണിച്ചുകൊണ്ട് ഇവിടെയാണ് വെള്ളം കയറിയത്, ഇവിടെ വെള്ളം കയറിയിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു തംബ്നെയിൽ കൊടുത്തത്, അത് ശരിയായില്ല എന്നൊരു അഭിപ്രായം ഏട്ടൻ പറഞ്ഞു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതൊന്നുമല്ല. സാധാരണഗതിയിൽ നമ്മളുടെ ഒരു വീഡിയോയ്ക്ക് 6,000 മുതൽ 10,000 ഇടയിൽ വ്യൂസ് വരുന്ന വീഡിയോയ്ക്ക് ഇങ്ങനെയാണ് 24 മണിക്കൂറിനുള്ളിൽ 25 മുതൽ 28,000 പേര് വരെ കണ്ടത്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ മനുഷ്യരുടെ ഇടയിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ നെഗറ്റീവ് വാർത്തകൾക്ക് എന്തുമാതിരി മാർക്കറ്റ് ഉള്ളത് അല്ലേ. എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും. നമ്മളുടെ ഈ മലയാളി സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ആലോചിച്ചാൽ ഇങ്ങനെയാണ് ഓരോ യൂട്യൂബേഴ്സും അവർക്ക് വ്യൂസ് കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇത് മാത്രമല്ല, ഞാൻ ഇതിനു മുമ്പും നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പേപ്പർ രാവിലെ വായിക്കാറില്ല. രാവിലെ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമാവും. ഒരുപാട് നെഗറ്റീവ് ന്യൂസുകളുണ്ട് പേപ്പറിൽ. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴാണ് പേപ്പർ വായിക്കാറുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനൊരു ഉദാഹരണമായിട്ട് ഇന്ന് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു മനുവേട്ടൻ. അപ്പോൾ അതിൻ്റെ കൂടെ മനുവേട്ടൻ എനിക്ക് പറഞ്ഞു തന്നൊരു കഥയാണ് കേട്ടോ. നമ്മളുടെ മുൻ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാം, അദ്ദേഹം
വിദേശ ഒരിടത്ത് പോയതായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ അവിടെ എപ്പോഴും ബോംബാക്രമണങ്ങളും ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്തേക്കാണ് അദ്ദേഹം പോയതത്രേ. അപ്പോൾ എപ്പോൾ നോക്കിയാലും അവിടെ ആക്രമണങ്ങളും അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയും ഒക്കെ നിലനിൽക്കുന്ന ആ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം പിറ്റേ ദിവസത്തെ പത്രവാർത്ത കാണുന്നത്, ഏറ്റവും ഫ്രണ്ട് പേജിൽ അദ്ദേഹം കണ്ട പത്രവാർത്ത എന്താണെങ്കിൽ, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പുതിയതായിട്ട് പരീക്ഷിച്ച വെള്ളം വളരെ കുറച്ചു മാത്രം ആവശ്യമായ കൃഷി ഉൽപ്പന്നങ്ങളെക്കുറിച്ചും കാർഷിക വിളവെടുപ്പിനെക്കുറിച്ചും ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയ നേട്ടങ്ങളെക്കുറിച്ചുമുള്ള വാർത്തയായിരുന്നു അത്രേ. അപ്പോൾ അതിന് ചിലപ്പോൾ റേറ്റിംഗ് കുറവായിരിക്കാം, പക്ഷേ ഇങ്ങനെ വേണം ഓരോ ആളുകളെയും പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ. ഒരിക്കലും നമ്മൾ നെഗറ്റീവായി പോകരുത് എന്നൊരു സന്ദേശമാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ചെറിയ ചില ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം എന്നൊരു സന്ദേശമാണ് അദ്ദേഹം പറഞ്ഞു തന്നത് എനിക്ക്. അപ്പോൾ എനിക്കും തോന്നി, ശരിയാണ്, ഞാൻ ഇന്നലെ ചെയ്തത് വളരെ മോശകരമായൊരു കാര്യമായി പോയി. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ വാക്ക് പാലിക്കപ്പെടാൻ ഭഗവാനും എന്നെ അനുഗ്രഹിക്കട്ടെ. നെഗറ്റീവായിട്ടുള്ള ഹെഡിങ് കൊടുത്ത് ആളുകളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതല്ല കേട്ടോ. പിന്നെ എനിക്കൊരു ഭക്തൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇന്നലത്തെ ഈ ഒരു കമൻറ്റിനെ പറ്റിയിട്ടല്ല അദ്ദേഹം പറഞ്ഞത്, സവിത കൊടുക്കുന്ന തംബ്നെയിലിൽ അതിനെക്കുറിച്ച് 2-3 വാചകങ്ങൾ മാത്രമാണ് പറയുന്നത്, ബാക്കിയൊക്കെ വേറെ കണ്ടൻ്റ് ആയിരിക്കും, അങ്ങനെ ചെയ്യാതിരുന്നൂടെയെന്ന്. പക്ഷെ അതെനിക്ക് നിവർത്തിയില്ല കേട്ടോ. കാരണം ഏതാണ്ട് ഒരു 10 ക്വസ്റ്റ്യനോളമാണ് ഞാൻ ഒരു ദിവസം എടുക്കുന്നത്. ഇല്ലെങ്കിൽ 4 മുതൽ 10ൻ്റെ ഉള്ളിൽ എത്രയെങ്കിലും ക്വസ്റ്റ്യനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യന് എല്ലാം നമുക്ക് തംബ്നെയിലിൽ അല്ലെങ്കിൽ കവർ പേജിൽ കൊടുക്കാൻ പറ്റില്ല. അതിൽ ഏതെങ്കിലും ഒന്നാണ് ഞാൻ കവർ പേജിൽ കൊടുക്കാറുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും ഇനി മുതൽ. ഇങ്ങനെ ഒരു അബദ്ധം ഞാനിനി ചെയ്യില്ല. ഇതിനി എത്ര വ്യൂസ് വന്നാലും ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് തരികയാണ് കേട്ടോ. ഇത് എത്രത്തോളം പാലിക്കപ്പെടും എന്ന് എനിക്കറിയില്ല. കാരണം വളരെയധികം കോമ്പറ്റേറ്റീവായിട്ടുള്ളൊരു മേഖലയാണ് യൂട്യൂബ്, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കോമ്പറ്റീഷനിലൊക്കെ ഞാനും പെട്ടുപോകുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. തൽക്കാലം എൻ്റെ മൈൻഡ് സെറ്റ് നിങ്ങളെ ആരെയും പറ്റിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനിയും ഇതുപോലെ ശുദ്ധമായ മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ഒരു വിശേഷം തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏകശ്ലോകി രാമായണവും കൂടി എല്ലാവരും ചൊല്ലിക്കോളൂ കേട്ടോ. പിന്നെ ഇന്നലത്തെ ഞാൻ ചോദ്യം ചോദിച്ചത്, ഹനുമാൻ സീതയുടെ അടുത്ത് നിന്ന്, ലങ്കയിൽ നിന്ന് തിരിച്ച് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് ആ സമുദ്രം കടന്നു വന്നതിന് ശേഷം രാമനെ കണ്ട് ആദ്യം പറഞ്ഞത് എന്താണ് എന്നാണ്. ആദ്യം പറഞ്ഞ 2 വാക്കുകൾ, കണ്ടേൻ സീതയെ എന്നാണ്, ദൃഷ്ടാ സീത എന്നാണ് ആദ്യം പറഞ്ഞ 2 വാക്കുകൾ എന്നാണ് രാമായണം പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഉത്തരവും അത് തന്നെയാണ്. അനേകം പേർ ആ ഉത്തരം എനിക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ രാമായണത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിശദമായിട്ട് രാമായണം പറയാനൊന്നും അറിയില്ല. ഞാൻ രാമായണത്തിനെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വാൽമീകി രാമായണത്തിനെക്കുറിച്ചാണെങ്കിലും ആധ്യാത്മ രാമായണത്തിനെക്കുറിച്ചാണെങ്കിലും രാമായണത്തിൻ്റെ വകഭേദങ്ങളെക്കുറിച്ചൊക്കെ ആണെങ്കിലും ഞാൻ വായിക്കാൻ ശ്രമിക്കുകയാണ്, പഠിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് എല്ലാ രാമായണത്തിലും കോമൺ ആയിട്ട് കാണാൻ സാധിച്ച ഒരു കാര്യം എന്താണെന്നറിയോ? ഹനുമാൻ സ്വാമിയുടെ ബുദ്ധിശക്തി. ഇതിനെ പ്രശംസിക്കാണ്ട് പറ്റില്ല. അത്രയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹനുമാൻ സ്വാമിയുടെ ബുദ്ധിശക്തിയെക്കുറിച്ചാണ്. വെറും ബുദ്ധിയല്ല കേട്ടോ. ബുദ്ധിയൊക്കെ നമ്മളെല്ലാവർക്കും ഉണ്ടായിരിക്കും ഇല്ലേ? നമ്മൾ ആരും മണ്ടന്മാരും മണ്ടികളും ആണെന്നൊന്നും പറയണില്ല. പക്ഷെ യഥാ സ്ഥാനത്ത് ആ ബുദ്ധി പ്രയോഗിക്കേണ്ടേ, യഥാസമയം ആ ബുദ്ധി പ്രയോഗിക്കേണ്ടേ. അത് എന്താ പറയുക, പ്രാക്ടിക്കൽ സെൻസ് എന്നോ പ്രായോഗിക ബുദ്ധി എന്നൊക്കെ പറയുന്നത് അത് വളരെയധികം, കോമൺ സെൻസ് എന്നൊക്കെ പറയും, അത് വളരെയധികം കൂടുതലായിരുന്നു ഹനുമാൻ സ്വാമിക്ക്. ഹനുമാൻ സ്വാമിയുടെ ആ ബുദ്ധിയാണ് ശരിക്കും പറഞ്ഞ രാമായണ കഥയെ മുന്നോട്ട് നയിക്കണതെന്ന് പല സന്ദർഭത്തിലും എനിക്ക് തോന്നാറുണ്ട്. അത് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് കേട്ടോ, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ലങ്കയിലേക്ക് പോയി സീതാദേവിയെ കണ്ടു തിരിച്ചിങ്ങോട്ട് വരുന്നതിന് പകരം ലങ്കയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ഇന്ദ്രജിത്തിന് കീഴടങ്ങിക്കൊണ്ട് ലങ്കാപുരിയുടെ എല്ലാ റൂട്ട് മാപ്പും കറക്റ്റായിട്ട് പഠിച്ചെടുത്തു. അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചെടുത്തു. ഇനി അത് ശ്രീരാമദേവനെ അറിയിക്കണം. അദ്ദേഹം തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ലങ്കയ്ക്ക് ഇവിടെ നിന്ന് ഇത്ര ദൂരമുണ്ട്,
ഞാൻ ഇവിടുന്ന് ചെല്ലുന്ന സമയത്ത് ആദ്യം എൻ്റെ മുന്നിൽ മൈനാകപർവ്വതം വന്നു, അതിനുശേഷം സുരസ വന്നു, അതിനുശേഷം സിംഹിക വന്നു. ഇതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ കണ്ടു സീതയെ എന്നാണ്. കണ്ടു എന്ന് ആദ്യം തന്നെ പറഞ്ഞു അദ്ദേഹം. അതിനുശേഷം സീത കൂടി പറഞ്ഞിട്ടുള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കാരണം അദ്ദേഹത്തിന് ശരിക്കും അറിയാം ശ്രീരാമസ്വാമി ഇവിടെ എത്രത്തോളം മാനസിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് സീതാദേവിയെ കാണാഞ്ഞിട്ട് എന്ന്. എവിടെയാണ് നമുക്കറിയാമല്ലേ, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ ആരാണോ അവർ മരിച്ചുപോയാൽ നമുക്ക് പിന്നെയും താങ്ങാൻ പറ്റും. അതിനേക്കാളും ബുദ്ധിമുട്ടാണ് അവരെ കാണാതായാൽ, അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതിരുന്നാൽ. ഇതാദ്യം അനുഭവിച്ചത് ശ്രീരാമസ്വാമി ആയിരിക്കും ഇല്ലേ? ശ്രീരാമസ്വാമിക്ക് ആ ഒരു സങ്കടം ശരിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഹനുമാൻ സ്വാമി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിച്ചെടുത്ത പോലെ കണ്ടു സീതയെ എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം ശ്രീരാമസ്വാമിയോട് സീതയെ എവിടെ വെച്ച് കണ്ടു, എങ്ങനെ കണ്ടു, ഏതവസ്ഥയിലാണ് എന്നുള്ള കാര്യം വിശദീകരിക്കുകയും അദ്ദേഹത്തിന് ചൂടാരത്നം തിരിച്ച് കൈമാറ്റം ചെയ്യുകയും ചെയ്തത്. സീതാദേവിയുടെ മുടിയിൽ ചൂടിയിരുന്ന ചൂടാരത്നം തിരിച്ച് കൈമാറ്റം ചെയ്യുകയും ചെയ്തത്. ഇത് സ്വീകരിച്ച ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും വലിയൊരു സമ്മാനം കൊടുത്തു അത്രേ. എന്താണെന്നറിയോ ആ സമ്മാനം? ഹനുമാൻ സ്വാമിയെ ഗാഠഗാഠം ആലിംഗനം ചെയ്തു അത്രേ ശ്രീരാമസ്വാമി. ഈ ഹനുമാൻ സ്വാമിക്ക് ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള അനുഗ്രഹീതമായ മറ്റൊരു നിമിഷം ഉണ്ടായിട്ടേ ഇല്ല അത്രേ. അത്രയ്ക്ക് സന്തോഷം നൽകുന്ന ഒരു സമ്മാനമാണ് ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമദേവൻ നൽകിയത്. നമ്മളെല്ലാവരും ആ പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും. ഹനുമാനെ ആലിംഗനം ചെയ്തുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ ആ ഒരു ഫോട്ടോ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതാണത്രേ ആ സന്ദർഭം. എന്തായാലും അതിനുശേഷം ലക്ഷ്മണനും സുഗ്രീവനും മുന്നോട്ട് വന്നു. ശ്രീരാമദേവനോട് ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സംശയമില്ല, നമുക്ക് സീതയെ തിരിച്ച് വീണ്ടെടുക്കാനായിട്ട് യുദ്ധം ചെയ്യാൻ പോകണം. അപ്പോൾ ഹനുമാൻ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ ലങ്കാപുരി എങ്ങനെയാണ്, അതിൻ്റെ റൂട്ട് മാപ്പ് എങ്ങനെയാണ്, അവിടേക്ക് എത്ര യോജന സമുദ്രം താണ്ടി കടക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ലങ്കയുടെ മുക്കും മൂലയും അദ്ദേഹം അപ്പോഴേക്കും പഠിച്ചു കഴിഞ്ഞിരുന്നു. അവിടുത്തെ സൈനിക ശക്തിയെക്കുറിച്ച് അറിയാമായിരുന്നു. രാവണൻ എങ്ങനെയാണ് എന്നറിയാമായിരുന്നു. സീതാദേവി അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അറിയാമായിരുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമി ആ യുദ്ധത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ശ്രീരാമസ്വാമിയുടെ അടുത്ത് ബോധിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ആദ്യം വേണ്ടത് സേന ബലം. അപ്പോൾ വാനരസേന എല്ലാം വന്നു. 7 പേരുടെ എന്താ പറയുക നേതൃത്വത്തിലായിരുന്നു വാനരസേന ഉണ്ടായിരുന്നത്. സുഗ്രീവൻ, ഹനുമാൻ, അങ്കദൻ, അതുപോലെ തന്നെ നളൻ, നീലൻ, മൈന്ദൻ, ദ്വിവിന്ദൻ എന്ന് തുടങ്ങി 7 വാനരന്മാരുടെ ആ ഒരു നേതൃനിരയിലായിരുന്നു അനേകം വാനരന്മാർ അണിനിരന്നത്. അതേപോലെ തന്നെ ജാംബവാന്റെ നേതൃത്വത്തിലാണ് അനേകം കരടികൾ നിരന്നിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തയ്യാറായി സമുദ്രത്തിൻ്റെ തീരത്തെത്തി. ഇനി സമുദ്രം മറികടക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് അവർക്ക് ചെയ്യാനുള്ളത്. ഈ സമുദ്രം എങ്ങനെ മറികടക്കും? ശ്രീരാമസ്വാമി പറഞ്ഞു, അതിനും ഉപായം കണ്ടെത്താം. ആദ്യം സമുദ്രദേവനോട് തന്നെ മാർഗം ചോദിക്കാം. അദ്ദേഹം അതിനായിട്ട് ദർഭപ്പുല്ല് വിരിച്ച് അതിൽ എന്താ പറയുക 3 ദിവസത്തോളം ഉപവാസം അനുഷ്ഠിച്ച് സമുദ്രദേവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 ദിവസം കഴിഞ്ഞു, ഒരു മാറ്റവും ഇല്ല. സമുദ്രദേവൻ വന്നതുമില്ല, സമുദ്രത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നതുമില്ല. അദ്ദേഹം ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ കാത്തിരിക്കുന്നതിൽ ഒരടിസ്ഥാനവും ഇല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലെടുത്ത് വരാനായിട്ട് പറഞ്ഞു. ലക്ഷ്മണൻ ശ്രീരാമദേവന് വില്ല് കൊടുത്തതും അദ്ദേഹം അമ്പെടുത്ത് എയ്യാൻ പോയതും ആ സമുദ്രദേവൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് രാമനോട് ക്ഷമ ചോദിക്കുകയാണ്. രാമനോട് പറഞ്ഞു, ഞാൻ വേണ്ടാന്ന് കരുതിയിട്ടോ അങ്ങയുടെ ഈ ആഗ്രഹം നിരസിച്ചതോ ഒന്നുമല്ല. ഞാനൊരു എന്താ പറയുക പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണല്ലോ. ആകാശം, അഗ്നി, ജലം, വായു ഒക്കെ പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണല്ലോ. ഈ പഞ്ചഭൂതങ്ങൾക്ക് അവരുടേതായ സ്വഭാവമുണ്ട്. അതിൽ ജലം എന്ന ഈ ഒരു പഞ്ചഭൂതത്തിന് ദ്രാവക രൂപത്തിൽ നിൽക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. വഴി മാറിത്തരാനുള്ള അവകാശമില്ല. എനിക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയില്ല. പക്ഷേ ഞാൻ ഒരു വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അതെന്താണ് വഴി എങ്കിൽ, ഈ വാനരസേനയെ നയിക്കുന്ന നളൻ എന്ന വാനരൻ സാക്ഷാൽ വിശ്വകർമാവിൻ്റെ പുത്രനാണ്.
അപ്പോൾ അദ്ദേഹം വിചാരിച്ചാൽ ഇവിടെ നിന്ന് ലങ്കയിലേക്ക് ഒരു പാലം നിർമ്മിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീരാമദേവന് ഒരു പാലം നിർമ്മിക്കാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ വഴി എന്ന് പറഞ്ഞു. രാമൻ പറഞ്ഞു, ശരി, അത് ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ എൻ്റെ ബാണമുണ്ടല്ലോ, അത് ലക്ഷ്യം കാണാതെ പോവില്ല. ഞാനിപ്പോൾ ഓൾറെഡി ബാണം എഴുതി കഴിഞ്ഞല്ലോ, ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. സമുദ്രദേവൻ അദ്ദേഹത്തിൻ്റെ പാദ നമസ്കാരം ചെയ്തുകൊണ്ട് പറഞ്ഞു, രാമ, വടക്ക് ദേശത്ത് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ദുഷ്ടശക്തികളുണ്ട്. അവർക്ക് നേരെ അങ്ങ് ഈ ബാണം പ്രയോഗിക്കുകയാണെങ്കിൽ അത് എനിക്കും ഉപകാരമാവും. എന്നെ സ്വീകരിക്കണേ എൻ്റെ ഈ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശ്രീരാമദേവൻ്റെ പാദ നമസ്കാരം ചെയ്തു. ശ്രീരാമദേവൻ അതനുസരിച്ച് വടക്ക് ദേശത്തേക്ക് അദ്ദേഹത്തിൻ്റെ ബാണത്തിനെ മാറ്റി അയച്ചതിന് പ്രകാരം ആ പ്രദേശം പിന്നീട് അങ്ങോട്ട് മരുഭൂമിയായി പോയി. അവിടുത്തെ ദുഷ്ടശക്തികളെല്ലാം നശിച്ചുപോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ വാനരസേന നളൻ്റെ നേതൃത്വത്തിൽ വലിയ പാലം നിർമ്മിക്കാൻ തുടങ്ങി എന്ന് പറയുന്നിടത്ത് വെച്ചിട്ടാണ് ഞാനിവിടെ ഇന്നത്തെ ശ്രീരാമൻ്റെ കഥകൾ അവസാനിപ്പിക്കുന്നത്. ഇനി നാളത്തേക്കുള്ള ചോദ്യം ഇതാണ്. ലങ്കയിൽ നിന്ന് ശ്രീരാമദേവനെ അഭയം പ്രാപിച്ച, ലങ്കയിൽ നിന്ന് രാവണനെ വിട്ട് ശ്രീരാമദേവനെ അഭയം പ്രാപിച്ച ആ വ്യക്തി ആരായിരുന്നു, ആ കഥാപാത്രം ആരായിരുന്നു എന്നാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നാളെ ആ ചോദ്യത്തിന് ഉത്തരവും കണ്ട് എല്ലാവരും വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യവും വിശേഷങ്ങളും ഒക്കെ നോക്കാം അല്ലേ. ശ്രീജ കെ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് ചേച്ചി, ഞാൻ ഷാർജയിലാണ്. ഇപ്പോൾ ഞാനും കുട്ടിയും വെക്കേഷന് നാട്ടിൽ വരുന്നുണ്ട്. ഇപ്പോൾ എപ്പോൾ നാട്ടിൽ വന്നാലും പോകുമ്പോൾ ഞാൻ മെൻ്റലി ഡിപ്രസ്ഡ് ആകും. 2-3 മാസം വരെ അങ്ങനെ തന്നെ ആകും. ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, ഒന്നിനും തോന്നില്ല. എപ്പോഴും നാട്ടിലേക്ക് വരണം എന്ന് തോന്നും. വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കും. ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. ഞാൻ എൻ്റെ ഡിപ്രഷൻ മാറാൻ എന്താ ചെയ്യേണ്ടത്? നാരായണനാമം ചൊല്ലുന്നുണ്ട് പറ്റുമ്പോഴൊക്കെ. ദശകം 87 ചൊല്ലാറുണ്ട്. ചേച്ചി ഷാർജയിലായിരുന്നല്ലോ, ചേച്ചിക്കും ഇങ്ങനെ ആയിരുന്നോ? എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും അധികം ഡിപ്രഷൻ എന്ന്. കഴിഞ്ഞ വർഷം സപ്തശുദ്ധി അഭിഷേകമൊക്കെ ചെയ്തു, എന്നിട്ടും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇത്തരം ചിന്തകളെല്ലാം തുടങ്ങും. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ശ്രീജ, ഞാൻ ഷാർജയിലായിരുന്നില്ല, ഞാൻ ഖത്തറിലായിരുന്നു കേട്ടോ. ഖത്തറിൽ ഞാൻ ഏകദേശം 5 വർഷക്കാലം ഉണ്ടായിരുന്നത്. ഈ 5 വർഷക്കാലം ശ്രീജ പറഞ്ഞ എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയ ഒരാളാണ് ഞാൻ. പക്ഷെ ആ സമയത്ത് എനിക്ക് ആശ്വാസമായിരുന്നത്, അന്ന് ഇത്രയും യൂട്യൂബേഴ്സും ഉണ്ടായിരുന്നില്ല, അന്ന് ഇത്രയും കഥകൾ പറയുന്നതൊക്കെ യൂട്യൂബിൽ ലഭ്യമായിരുന്നില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 10 വർഷം മുമ്പാണ്. അപ്പോൾ അത്രയൊന്നും എന്താ പറയുക, കഥ വിവരണത്തിനുള്ള സോഴ്സ് ഒന്നുമില്ല. ബുക്സാണ് നമുക്ക് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ബുക്സ് വായിക്കാനൊന്നും എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അപ്പോൾ ബുക്സ് എന്തോ എനിക്ക് കേൾക്കുന്ന വിവരണങ്ങളോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ കഥ കേൾക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. കുട്ടി പറയുന്ന അവസ്ഥയൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാവും. ഞാനൊരു വർഷം തികച്ച് നിൽക്കില്ല, ഏതാണ്ടൊരു 9 മാസം 10 മാസമായ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് തന്നെ പോരും. 2-3 മാസം ഇവിടെ നിന്ന് വീണ്ടും തിരിച്ചങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോകാറുണ്ടായിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. എനിക്കൊരു ഡിപ്രഷൻ മോഡായിരുന്നു. അന്ന് ഞാൻ ആചാര്യൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്യാന്ന്. അന്ന് ആചാര്യൻ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നത്, ഭാഗവതം പഠിച്ചോളൂ, അതല്ലേ നല്ലത്, വെറുതെ ഇരിക്കുകയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അതിനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ മെൻ്റലി ഡൗൺ ആയി നമുക്കൊന്നും ചെയ്യാൻ തോന്നാതിരിക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ എൻ്റെ മാർഗം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഭഗവാൻ ഒരുപാട് കത്തുകൾ എഴുതുമായിരുന്നു. അതാണ് എൻ്റെ മാർഗം ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നു, എനിക്കിത് റിക്കവർ ആവാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും ഒരുപാട് ഡിബേറ്റ്സുമായിട്ട് എനിക്ക് തോന്നുന്നതെല്ലാം ഞാൻ ഭഗവാനെ സാക്ഷി നിർത്തി എഴുതി വയ്ക്കുമായിരുന്നു കത്തുകളുടെ രൂപത്തിൽ. പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്ഥത്തിലേക്ക് എത്തിക്കാനോ ഒന്നുമല്ല. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ഉണ്ണികൃഷ്ണൻ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ദിവസത്തിനെ റിക്കവർ ചെയ്ത് വന്നിരുന്നത്. പിന്നെ നാമം ജപിച്ചിട്ടും. അപ്പോൾ നാമം ജപിച്ചാൽ മാറാത്ത ഡിപ്രഷൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണില്ല. പക്ഷേ നാമം ജപിക്കാനും തോന്നാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ
വെറുതെ സംസാരിക്കുക ശ്രീ ഗുരുവായൂരപ്പനോട്. ഒരു ഫോട്ടോ വേണമെന്നില്ല, ഒരു വിഗ്രഹം വേണമെന്നില്ല, ഒന്നും വേണമെന്നില്ല. കണ്ണടച്ചിരുന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണനോട് എന്തും സംസാരിക്കാം, എങ്ങനെയും സംസാരിക്കാം. എനിക്ക് തോന്നുന്നു എൻ്റെ കാലഘട്ടം പോലെയല്ല, ഇപ്പോൾ കുറച്ചുകൂടി റിസോഴ്സ് ഉണ്ട്. നമുക്ക് യൂട്യൂബ് തുറന്നാൽ തന്നെ ഒരുപാട് കൃഷ്ണകഥകൾ, പാട്ടുകൾ ഇതെല്ലാം കേൾക്കാൻ പറ്റും. ഭഗവാന് അല്ലെങ്കിൽ ഈശ്വരൻ്റെ ശ്രീകൃഷ്ണൻ എന്ന ഭാവത്തിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. മറ്റ് ഏത് ഈശ്വരനും ഇല്ലാത്ത പ്രത്യേകതകൾ ഉണ്ട് ഗുരുവായൂരപ്പന്. കാരണം ഭഗവാന്റെ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്കൊരു എനർജി എവിടെ നിന്നാണ് വരണേന്ന് അറിയില്ല. അത്രയും ഒരു എനർജി, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു എനർജി ഫീല് കിട്ടാറുണ്ട് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ എൻ്റെ പ്രേക്ഷക എന്ന നിലയിൽ കുട്ടിക്കും അത് ബാധകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് ശ്രമിച്ചു നോക്കൂ എന്തായാലും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സജഷൻ. ഭഗവാനോട് സംസാരിക്കുക, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൂടെ. തന്നെ വെറുതെ ഇരിക്കുകയാണ്, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ തോന്നുന്ന ഒരു സന്ദർഭമാണ് ഇത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് അമ്പിളി രാജേഷ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത, ഒരുപാട് വിഷമത്തോടെയാണ് ഞാൻ ചോദിച്ചു പോവുകയാണ്. മോൻ്റെ തലമുടി ധാരാളം കൊഴിഞ്ഞു പോയ അവസ്ഥ, കഷണ്ടി വരുന്നത് പോലെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ മാസം ജോലി സമർപ്പിച്ചു, പക്ഷേ ഇപ്പോൾ ഒരുപാട് വിഷമത്തോടെയാണ്, ഒന്ന് മറുപടി പറഞ്ഞു തരാമോ എന്ന്. എന്തും സമർപ്പിക്കാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ. അത് ഇന്നത് എന്നൊന്നുമില്ല കേട്ടോ. തലമുടിയുടെ പേരിൽ ചൂല് സമർപ്പിച്ചോളാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ്. ഞാൻ സമർപ്പിച്ചത് നെല്ലിക്കയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ സമർപ്പിക്കാം. അതല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഗുരുവായൂരപ്പന്. ഇപ്പോൾ മൈലാഞ്ചി എണ്ണ തേച്ചാൽ മുടി വർദ്ധിക്കുന്നു, ഉലുവ തേച്ചാൽ മുടി വർദ്ധിക്കുന്നു, കരിഞ്ജീരകം ഇട്ടാൽ മുടി അങ്ങനെ നമ്മൾ മുടിയെക്കുറിച്ച് അന്വേഷിച്ച് യൂട്യൂബ് നോക്കിയാൽ തന്നെ ഒരു 50,000 എന്താ പറയുക സൊല്യൂഷൻസ് കിട്ടൂലേ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റാണെന്ന് തോന്നുന്നത് എന്ത് വസ്തു വേണമെങ്കിലും ഗുരുവായൂരപ്പന് കൊണ്ടുപോയി സമർപ്പിക്കാം. ഇവിടെ നമ്മൾ സമർപ്പിക്കുന്നതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും, എന്ത് പ്രാർത്ഥനയുമായിട്ട് ഗുരുവായൂരപ്പനെ സമീപിക്കുകയും ചെയ്യാം, എന്ത് വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട്, പരീക്ഷാപേടി മാറാൻ എന്താണ് ചെയ്യുക? നാരായണീയത്തിൽ എത്രാമത്തെ ദശകമാണ് വായിക്കേണ്ടത്? ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അശ്വതി. 82ാമത്തെ ദശകം ജീവിത വിജയത്തിനുള്ള ദശകമാണ്. അപ്പോൾ പരീക്ഷാ സംബന്ധമായിട്ടുള്ളതാണെങ്കിലും തോറ്റുപോകും എന്നുള്ള ഏത് സന്ദർഭത്തിലും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു ദശകമാണ് 82ാമത്തെ ബാണയുദ്ധം എന്ന ആ ഒരു ദശകം. അതിൽ ബാണയുദ്ധവും മൃഗമോക്ഷവും എന്ന് പറഞ്ഞ 2 കഥകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ശ്രീ ഗുരുവായൂരപ്പനും അമ്മിയൂരപ്പനും കൂടി 2 പേരും ചേർന്ന് നീ വിജയിച്ചു വരൂ എന്ന് അനുഗ്രഹിക്കുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വായിച്ചോളൂ കേട്ടോ. നമസ്കാരം സവിത, ഞങ്ങളുടേതല്ലാത്ത കാരണത്താൽ കുടുംബത്തിലേക്ക് വന്നു ചേർന്ന് സ്ത്രീശാപം നീങ്ങാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊരു മറുപടി പറയുമോ എന്ന് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതൊക്കെ ജ്യോതിഷന്മാർ പറഞ്ഞു തരേണ്ട കാര്യമാണ് കേട്ടോ. ശ്രീ ഗുരുവായൂരപ്പന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്ത് ദോഷപരിഹാരത്തിനും ഭഗവാന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. ജന്മാന്തരങ്ങളായിട്ട് ചെയ്ത ആ ഒരു പാപമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ജന്മാന്തരങ്ങളോളം നമ്മിൽ നിലനിൽക്കുന്ന പാപങ്ങളെല്ലാം തന്നെ കഴുകിക്കളയാൻ നാരായണ എന്ന 4 അക്ഷരത്തിന് കഴിയുമെന്നാണ് പൂർവികർ പറയാറുള്ളത്. നാരായണ 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 എന്നിങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നത്രയും നാമം ജപിക്കുക. ഏത് ദോഷവും നാരായണ നാമം കഴുകിക്കളയുക തന്നെ ചെയ്യും. അജാമിളൻ്റെ കഥ എടുത്തു നോക്കിയാൽ മതി. ആ കഥ പറയുന്ന സന്ദർഭത്തിൽ അനേകം തവണ ആചാര്യൻ എടുത്തെടുത്തെടുത്ത് പറയാറുണ്ട്, നാമം ജപിക്കുന്നവരുടെ പാപം മുഴുവനും അലിഞ്ഞ് ഇല്ലാണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ തന്നെ വരട്ടെ നിങ്ങളെ ഓരോരുത്തർക്കും കേട്ടോ. അടുത്തതായിട്ട് അനശ്വര മുരളീധരൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺലൈനായിട്ട് പ്രസാദം ഓർഡർ ചെയ്താൽ ഓഫറിംഗ് ഡേറ്റ് കഴിഞ്ഞ് എത്ര ദിവസം എടുക്കും കിട്ടാൻ? കളഭമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്ന്. പണ്ടൊക്കെ 1 മാസത്തിനുള്ളിൽ കിട്ടുമായിരുന്നു, ഇപ്പോൾ നേരം വഴുകുന്നുണ്ടെന്ന് പറയുന്നു. എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഓഫീസ് നമ്പറിലേക്ക് വിളിച്ചു ചോദിച്ചാൽ നമുക്കറിയാം. അതിൻ്റെ ഡിസ്പാച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഉറപ്പായിട്ടും കിട്ടും, വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അടുത്തതായിട്ട് സൗമ്യ നായർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത നമസ്കാരം, എൻ്റെ പേര് സൗമ്യ. മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നു. നല്ലതും ചീത്തയും എന്ത് വന്നാലും അത് ഭഗവാൻ തന്നെ തരുന്നതാണല്ലോ. എനിക്ക് എന്തുകൊണ്ടാവും ദൈവം ഇങ്ങനെ
തരുന്നത് എന്നറിയില്ല. പറഞ്ഞു തരണേ സവിത. സവിത പറഞ്ഞാൽ കൃഷ്ണൻ എനിക്ക് തരുന്ന ഉത്തരമായിട്ടാണ് ഞാൻ എടുക്കുക. നല്ല ചിന്തയും ആരോടും അസൂയയും ദേഷ്യവും തോന്നാതിരിക്കാനും ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? വിഷ്ണു സഹസ്രനാമം എന്നും രാവിലെ ചൊല്ലാറുണ്ട്. നാരായണീയം പഠിച്ചു വരുന്നുമുണ്ട്. ഉത്തരം തരണേ സവിത. നോക്കൂ, നമ്മുടെ ശരീരം ശുദ്ധമാക്കി വെക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുന്നതും. അത് പക്ഷെ നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. പെട്ടെന്നൊന്നും നമ്മുടെ മനസ്സ് ശുദ്ധാവില്ല. കാരണം നമ്മൾ സാധാരണ മനുഷ്യരല്ലേ. നമ്മൾ ഒരുപാട് ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരൊന്നുമല്ല. നമുക്ക് ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മുടെ വീട്ടിലെ കറണ്ട് പോയാൽ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ടോ ചോദിക്കുന്നത്. അതൊരു ലോജിക്കാണ്. നമ്മുടെ മനസ്സിൻ്റെ ഒരു ശുഷ്കമായ അവസ്ഥയാണ്. അവിടെ പോയിട്ടുണ്ട് എന്നാൽ സമാധാനം, അവിടെയും കൂടി പോയിട്ടുണ്ടല്ലോ അങ്ങനെ പറയണത്. പക്ഷേ അതല്ലാതെ അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ ഒരാൾക്ക് ലോട്ടറി അടിച്ചു എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാവും അത്രേ. അയാൾക്ക് ലോട്ടറി ഒക്കെ അടിച്ചില്ലേ എന്ന്. ഇത് പണ്ട് ബാലരമയിലും പൂമ്പാറ്റയിലൊക്കെ നമ്മൾ വായിക്കണതല്ലേ. ദാമു പാവം അണിയുന്നു, രാമു ഭയങ്കര ദുഷ്ടനായിരുന്നു, ദാമുവിന് ദേവത വന്ന് പ്രത്യക്ഷപ്പെട്ടു, കുറേ സ്വർണ്ണ നാണയം കൊടുത്തു, അത് കണ്ട് രാമുവും ചെന്നു, പക്ഷെ രാമുവിനൊന്നും കിട്ടിയില്ല. ഇങ്ങനെ പറയുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇതിൽ നിന്നൊക്കെ ഉൾക്കൊള്ളേണ്ട മൊറാലിറ്റി അല്ല പക്ഷെ നമ്മൾ മനുഷ്യർ ഉൾക്കൊള്ളാറുള്ളത്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ശരിക്കും അസൂയ പാടില്ല എന്നാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. പക്ഷേ ശരിക്കും നമ്മളെന്താ ഉൾക്കൊള്ളുന്നതെന്ന് അറിയും. അപ്പം ഞാൻ മാത്രമല്ല അല്ലേ, എല്ലാവരും ഇങ്ങനെയൊക്കെ ചിന്തിക്കും അല്ലേ, അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചാൽ കുഴപ്പമില്ല, ഇങ്ങനെയല്ലേ നമ്മൾ ഉൾക്കൊള്ളാറ്. എനിക്ക് മാത്രമല്ല അല്ലേ അസൂയ, എല്ലാവർക്കും അസൂയ ഉണ്ടാവില്ലേ, അപ്പോൾ കുഴപ്പമില്ല അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നറിയൂ? കൃഷ്ണചിന്തകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. കൃഷ്ണചിന്തകൾ വർദ്ധിപ്പിക്കുക. കൃഷ്ണചിന്തകൾ എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക? ഭഗവാന്റെ ഏതെങ്കിലും ഒരു കഥ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ നോക്കുക. ആ സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുക. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു സിനിമ, നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സിനിമ നന്ദനം എന്ന സിനിമ, ഓക്കെ, നന്ദനം എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതിലെ ബാലാമണിയെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. ഇതേമാതിരി അതിപ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കണ്ട കാരണം നമുക്ക് പെട്ടെന്ന് അത് ഓർത്തെടുക്കാനും കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലേ. ഇതേമാതിരി നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. വൃന്ദാവനം എങ്ങനെ ഇരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. വൃന്ദാവനം എങ്ങനെ ഇരിക്കുന്ന? വൃന്ദാവനം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അനേകം പശുക്കളാണ് ആ വൃന്ദാവനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അവിടെയുള്ള മനുഷ്യരെല്ലാവരും ആ പശുക്കളിൽ നിന്നുള്ള വരുമാനത്തിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ധാരാളം പശുക്കൾ, അവർക്ക് വേണ്ട അത്ര പുൽമേടുകൾ നിറഞ്ഞ യമുനാ നദിയുള്ള അനേകം വൃക്ഷങ്ങളുള്ള ചെറിയ ചെറിയ ഗൃഹങ്ങളുള്ള എന്നാൽ വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ മൺകുടങ്ങളും വെള്ളിക്കുടങ്ങളും സ്വർണ്ണക്കുടങ്ങളും ഒക്കെ ധാരാളമുണ്ട്. ഓരോ കുടങ്ങളിലും പാലും തൈരും വെണ്ണയും നിറച്ച് വെച്ചിരിക്കുന്ന ഗോപസ്ത്രീകൾ, അവരുടെ ഒരു ദിവസത്തെ രാവിലെ ആയാൽ അവരുടെ ജീവിതം തുടങ്ങുന്നത് ഏറ്റവും രാവിലെ ആയാൽ അവർ എഴുന്നേറ്റ് കുളിച്ച് പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നേരെ പശുവിൻ്റെ തൊഴുത്തിലേക്ക് പോകുന്നു. പശുക്കളെ കറക്കുന്നു. പശുക്കിടാങ്ങളെ കൊണ്ട് ആ ഒരു പാല് ചുരത്തിക്കാനായിട്ട് ആദ്യം അവരെ കൊണ്ട് കുടിപ്പിക്കുന്നു. അതിനുശേഷം ചെറിയ രീതിയിൽ ഈ വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരെല്ലാവരും നല്ല ഗായകരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ വളരെ ഭംഗിയോടെ ഒരുപാട് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഓരോരുത്തരും അവരുടെ നിത്യേന ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? കുറച്ച് നേരത്തേക്ക് മറ്റ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. ഇതൊക്കെ എന്താ പറയുക, പെട്ടെന്ന് മിന്നി മായുന്ന ചിന്തകളെ ആവുള്ളൂ. ആയിക്കോട്ടെ, ആദ്യം നമുക്ക് എന്താ വെച്ചാൽ 1-2 സെക്കൻഡ് നേരത്തേക്കൊക്കെ നമുക്കിതൊക്കെ നമ്മുടെ ഉള്ളിൽ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ കുക്കർ വിസിലടിക്കുന്നുണ്ടാവും. ഉടനെ നമ്മുടെ ചിന്ത അങ്ങോട്ട് പോകും. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇന്നലെ എന്തോ ഒരു പാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ അങ്ങനെ പോകും. ആ അടുത്ത വീട്ടിലെ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കും. ഇങ്ങനെ നമ്മുടെ ചിന്ത ഡൈവേർട്ടായി പോകും. പക്ഷേ എന്നാലും എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും നമ്മുടെ ഉണ്ണികൃഷ്ണനെ കുറിച്ച് ചിന്തിക്കും. ഉണ്ണികൃഷ്ണൻ്റെ ഒരു ലീലയെങ്കിലും നമ്മൾ അനുസ്മരിക്കും. ഒരനുഗ്രഹമെങ്കിലും നമ്മൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കും. ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ.
പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സ് താനേ താനേ ക്ലീൻ ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഗുരുവായൂരപ്പൻ വന്ന് വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സ് അവസാനം കണ്ണാടി പോലെ തിളങ്ങുന്ന നല്ല മനസ്സായി മാറും. ഇതിന് അധികം കാലമൊന്നും വേണ്ടി വരില്ല. മാക്സിമം പോയാൽ ഒരു വർഷക്കാലം. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. കുറേശ്ശെയായിട്ട് ശ്രമിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് എന്ന രീതിയിൽ തുടങ്ങുക, പിന്നെ അത് 10 മിനിറ്റ്, പിന്നെ അത് കിടക്കുന്ന സമയം, പിന്നെ അത് നടക്കുന്ന സമയം, പിന്നെ അത് പാചകം ചെയ്യുന്ന സമയം. ഇങ്ങനെ ഓരോ സമയവും നമ്മൾ ഓർക്കും. 3 നേരമാക്കുക, പിന്നെ അത് നീട്ടിക്കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ ഓർക്കും എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുക തന്നെ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഞാൻ ചോദ്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ മുഴുവൻ പറയാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ടാണ്. ഇനി മനസ്സ് ശുദ്ധീകരിക്കാൻ മറ്റൊരു മാർഗ്ഗമാണ് സപ്തശുദ്ധി അഭിഷേകം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ഷീട്ടാക്കുന്നത് കേട്ടോ. സപ്തശുദ്ധി അഭിഷേകം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ശ്രീ ഗുരുവായൂരപ്പന് അഭിഷേകം നടക്കുന്നുണ്ട്. അത് നമ്മളുടെ വകയും കൂടിയായിട്ട് നമുക്ക് ഷീട്ടാക്കാൻ പറ്റും. അതിന് 2 തുകയുണ്ട്, 20 രൂപയും 400 രൂപയും. ഏത് വേണമെങ്കിലും നമുക്ക് ഷീട്ടാക്കാവുന്നതാണ് കേട്ടോ. ഇത് എല്ലാ തരത്തിലുള്ള മനസ്സിൻ്റെ അഴുക്കും നീക്കി ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള സ്റ്റേജിൽ നിന്നൊക്കെ മാറി നമ്മൾ എനർജറ്റിക് ആവാനും നമ്മുടെ മനസ്സ് ശുദ്ധമാവാനും സന്തോഷമായിട്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഷീട്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ രീതിയിലും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ത്വൽപ്രസാദായ ഭൂയാൽ. ശ്രീ ഗുരുവായൂരപ്പ ത്വൽപ്രസാദായ ഭൂയാൽ.